Good afternoon. Good afternoon, Miss. Afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, എല്ലാവർക്കും good afternoon കേട്ടോ. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. Good afternoon, ma'am. Good afternoon. Prayer. മിസ് ഞാൻ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ. ജഗദീശ രക്ഷിക്കായി ഞങ്ങളെ എന്നും മഹിതമാം ഭക്തിദന്താനമിങ്ങേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ജനതൻ ചിന്തയിൽ കൺമണിയായി നിതം വസിപ്പു പരം പൊരുളെ നീ ജനതൻ മാനസക്കൂരിരുൾ നീക്കി പ്രകാശം പരത്തു നീ എന്നും ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹിതമാം ഭക്തിദന്താനമിങ്ങേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. Okay, then sign in. Ma'am, ഞാൻ ദേവതി സൈൻ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാം ഞാൻ ഓഡിബിൾ ആണോ മാം? കേൾക്കുന്നുണ്ട് കേട്ടോ, പറഞ്ഞു. Okay. World Television Day is celebrated on November 21st to organize television's significant role as a tool to communication, globalization, and informing public opinion. The United Nations established the day in 1996 following the first World Television Forum to highlight how television impacts global awareness, decision making, and social and economic development. ഇന്ന് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരുടെയും ഗ്ലോബലി നേഷൻ വൈഡ് നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഗ്ലോബലൈസേഷനും പിന്നെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ മാനിച്ചാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് 1996 തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. താങ്ക് യു മാം. Okay, very good. Then thought of the day. Thought of the day ഞാൻ പറയാം. Happiness is when what you think, what you say and what you do are in harmony. മഹാത്മാഗാന്ധി. അതായത് സന്തോഷം എന്നത് എപ്പോഴാ വരുന്നത്? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പറയുന്നുവോ, എന്ത് ചെയ്യുന്നുവോ അതെല്ലാം ഒത്തുചേരുമ്പോഴാണ് സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ എംപയർമെന്റ് അതല്ലേ പറഞ്ഞു നിർത്തിയത്? അതിനുശേഷം എടുത്തിട്ടില്ലല്ലോ, എടുത്തായിരുന്നോ? ഓർത്തു നോക്കിയേ. ഇല്ല, അതിനുശേഷം എടുത്തില്ല. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പാക്ട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്. എല്ലാവരും ഓക്കെ ആണോ? ചെയ്യാൻ റെഡി ആണോ? ഒരു ഓപ്പർച്യൂണിറ്റി തന്നാല്. അതിന് മുമ്പ് ഒരു പോർഷൻ എടുക്കാനുണ്ട് മിസ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എടുത്തിട്ടുണ്ടായില്ല കഴിഞ്ഞു. എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എടുത്തിട്ടില്ല. അതൊരു ഓക്കെ ഓക്കെ, അത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഞാനൊരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരാം.
ഓക്കെ. ആ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ താഴേക്കുള്ള ടോപ്പിക്, അതായത് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രന്റെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഒരു സെമിനാർ പോലെ ഇവിടെ കണ്ടക്ട് ചെയ്യാം. 10 മിനിറ്റ് മതിയോ? ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല ടോപ്പിക്കിൽ കേട്ടോ. ഓക്കെ. അപ്പോ അവരവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ 10 മിനിറ്റ് തരാം ആദ്യം, അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ആയതിനു ശേഷം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. മാം ഞാനിപ്പോ കയറിയതേ ടോപ്പിക് നിങ്ങളൊന്ന് പറയാമോ? ടോപ്പിക് ഇഷ്ടമുള്ളത് എടുക്കാം മോളെ. 2 തുടങ്ങി, അതായത് 2 തുടങ്ങിയിട്ട് 4 വരെ ഉണ്ട്. അതിനകത്ത് മെന്റൽ റിട്ടേർഡ് ചിൽഡ്രനിലെ 2 സബ് ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടമുള്ളത് എടുക്കാം. ഒന്നെങ്കിൽ 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം. അറിയാ, മനസ്സിലായോ? പേജ് നമ്പർ 32 നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ മാം. ഞാൻ 3-മത്തെ എടുത്തോളാം. ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഒരെണ്ണം തന്നെ എടുക്കാം, ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കാം കേട്ടോ. അതിൽ ഫിസിക്കൽ പ്രാക്ടീസ് ആർ കോൺജെനിറ്റൽ, അത് അങ്ങനത്തെ സ്പെല്ലിംഗ്. എന്താണ് 2-മത്തെ ലൈനില് there are children with various types of physical handicaps. Some of the physical abnormalities are congenital എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. പിന്നെ കൺജെനിറ്റൽ ആണ് കേട്ടോ. കൺജെനിറ്റൽ, ജന്മനായുള്ള. ഓക്കെ. ഓക്കെ. മിസ് 4-മത്തെ പോയിന്റില് 4 സബ് പോയിന്റ് വരുന്നുണ്ടല്ലോ. 4 സബ് പോയിന്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് അതെ. നോക്കിക്കോളൂ നിങ്ങള്, കുഴപ്പമില്ല, അത് നോക്കിക്കോളൂ കേട്ടോ. മേളിലുള്ള എടുത്തൂടെ, അതായത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്, മേളിലുള്ള സബ് ടോപ്പിക് എടുത്തൂടെ? ഏതാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസോ? അതെ അതെ. അതെവിടെയാണ്, ഏത് പേജിലാണ്? പേജ് നമ്പർ 16. 4th 16 ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. അതെ അതെ, 1-6 ആണ് കൊടുത്തിരിക്കുന്നത് ഇതില്, മാം പിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല, പറയുന്ന മനസ്സിലാവുന്നില്ല. മാം കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് 4th ടോപ്പിക് ആയിട്ട് മുകളിലാണ് വന്നിട്ടിരിക്കുന്നത്. അത് ചാപ്റ്റർ 4 അല്ലേ? അതൊക്കെ എടുത്തു കഴിഞ്ഞതല്ലേ 4. ഇതിപ്പോ യൂണിറ്റ് 8 ആണ്. അതെ മാം, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി മാത്രമാണ് മാം ഉദ്ദേശിച്ചത്, മുകളിലുള്ള എടുക്കാനല്ല പറഞ്ഞത്. രേവതി പറയുന്നതൊന്നും ക്ലിയർ ആകുന്നില്ല എനിക്ക്. ഒന്ന് മെസ്സേജ് ഇടാമോ എന്താണെന്ന് വെച്ചാല്. ഇപ്പൊ ക്ലിയർ ആണോ മാം? ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ ആണ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇപ്പൊ എടുക്കുന്നത്. അതെ മാം, അത് മാത്രം എടുക്കാം, ആ മേളിലുള്ള എടുക്കണ്ടെന്നാണ് മാഡം ഉദ്ദേശിച്ചത്. അതെല്ലാം എടുത്തതാണ്. അതെല്ലാം എടുത്തു കഴിഞ്ഞു ക്ലാസ്സില്.
അതെ, എടുത്തത് എടുക്കണ്ട. ചൈൽഡ് അതെ വെൽഫെയർ. മാം, അതാണ് ഈ ഡൗട്ട്. മാഡം എടുക്കാത്ത ടോപ്പിക് നമ്മൾ എടുക്കാനല്ല മാം ഉദ്ദേശിച്ചത്. ആ അതെ അതെ, ഓക്കെ. എടുക്കാത്ത ടോപ്പിക് നിങ്ങൾക്ക് ഇങ്ങനെ സമയം തരും, അതിനുള്ളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ. ഓക്കെ. മാം, ഇത് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഞാൻ എടുക്കാം. ആ ഓക്കെ. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ചെയ്യണം കേട്ടോ. കുറച്ച് പേർക്ക് ചിലപ്പോൾ സ്ലോ ഉണ്ടാകാം, ചിലവര് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. നമുക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. മാം ഒന്നുകൂടെ ഒന്ന് പറയോ, എനിക്ക് ടോപ്പിക് ക്ലിയർ ആയില്ല. അതായത് ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് പേജ് നമ്പർ 32 എന്ന് നോക്കിയാൽ മതി, അതുവരെയാണ് എടുത്തു നിർത്തിയത്. ഇനി അതിനുശേഷം ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് തുടങ്ങി താഴേക്ക് ഒരു 4th പോയിന്റ്, അതായത് മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ വരെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതായത് നിങ്ങൾക്ക് ആ 2 തുടങ്ങി 4 വരെയുള്ള ടോപ്പിക്സിൽ ഇഷ്ടമുള്ള ടോപ്പിക്സ് എടുത്തിട്ട് ഇവിടെ സെമിനാർ കണ്ടക്ട് ചെയ്യാം. മനസ്സിലായോ ഹെറമീസ? ഓക്കെ മാം. ഓക്കെ. ഇംഗ്ലീഷിൽ മാത്രം പറയാൻ പാടുണ്ടോ? മലയാളം പറയാലോ? മലയാളം പറയാം, ഇംഗ്ലീഷും പറയാം, മലയാളവും പറയാം, രണ്ടും കൂടിയും പറയാം. എപ്പോഴും രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ചിലപ്പോ കേട്ടാല് ചിലപ്പോ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടാകാം, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ട് 2 രീതിയിൽ പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ. ഓക്കെ. ഫോർത്ത് പോയിന്റ് ഞാൻ പറയാം മിസ്. മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ. ഓക്കെ. മാക്സിമം എല്ലാവരും പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓർഡറിൽ പറയണ മിസ്സേ, മൂന്നാമത്തെ പറയണോ? മൂന്നാമത്തെ പറയട്ടെ ഇപ്പോ. മൂന്നാമത്തെ ഓക്കെ. നമുക്ക് ഓർഡറിൽ തുടങ്ങാല്ലേ? ഓർഡറിൽ തുടങ്ങിയാൽ മതിയോ? ഓർഡറിൽ തുടങ്ങാലോ? ഓക്കെ. അപ്പോ എല്ലാവരുടെയും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ടോപ്പിക് ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ആരാണ് ആദ്യം പറയുന്നത്? ഇത് ഒന്നിലധികം ആളുകൾക്ക് പറയാം കേട്ടോ, ഒരാള് മാത്രമല്ല. ഇപ്പൊ നേരത്തെ ജോൺ ടി വിൽസൺ, ഇവളുടെ പേരെന്തായിരുന്നു? ജോഫി. ജോസ്വി. ജോഫി ജോൺ. ഓക്കെ. ജോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള, അതായത് ഇതിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സെമിനാറിൽ കൂട്ടിച്ചേർക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു പ്രതിവിധി, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെമിനാർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ തുടങ്ങാം. ജോഫി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ആദ്യം ആ PDF ഒന്ന് വായിക്കണം, അതിനുശേഷം സെമിനാർ കണ്ടക്ട് ചെയ്തു. Children with a hearing impairment, compensatory or special education is needed for the
public who are disabled by hearing impairment. Hearing impairment may be of different degrees of gravity. Hence, these children require different level of treatment. Hearing disabilities affects the state of mind of children in the different ways. So they should be given special training. Communication among them normally takes place in 3 ways. Through actions, lips, reading, or healthy combo of both of these. ഇതിനകത്ത് പറയുന്നത് കേൾവി വൈകല്യമുള്ള കുട്ടികളെ പറ്റിയാണ്. കേൾവി വൈകല്യം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഇപ്പം സൊസൈറ്റി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നഷ്ടകരമായ പ്രത്യേക വിദ്യാഭ്യാസ സഹായം ആവശ്യമാണ്. അവർക്ക് പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസ സഹായമൊക്കെ ഇപ്പൊ നോർമലി ഉള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്ന കണക്കായിരിക്കരുത്. അവർക്ക് പ്രത്യേകമായിട്ട് ഉള്ള നഷ്ടപരിഹാരം കൊടുക്കണം, പരിഗണന കൊടുക്കണം. കേൾവി വൈകല്യം പല അളവിലുള്ള ഗൗരവത്തിലാകാം. അത് ചിലപ്പം ഒന്നെങ്കിൽ കൂടിയ കുട്ടികൾക്കായിരിക്കും. ചില കുട്ടികൾക്ക് കേൾവി ഒരു ചെവിയിൽ മാത്രം ഒരു ഹിയറിംഗ് ആയിരിക്കും. ചില കുട്ടികൾക്ക് 2 ചെവിയും കേൾക്കാത്ത അങ്ങനെയുള്ള ഇതായിരിക്കും. അതിനാൽ ഈ കുട്ടികൾക്ക് വ്യത്യസ്ത തലത്തിലുള്ള പരിചരണം ആവശ്യമാണ്. കേൾവി വൈകല്യം കുട്ടികളുടെ മാനസിക അവസ്ഥയെ പല രീതിയിൽ ബാധിക്കുന്നു. ഇത് കേൾക്കാൻ പറ്റാത്തതായ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പല ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. കേൾവി വൈകല്യം കുട്ടികളുടെ മാനസിക അവസ്ഥയെ പല രീതിയിൽ ബാധിക്കുന്നു. അതിനാൽ അവർക്ക് പ്രത്യേക പരിശീലനം നൽകണം. അതിപ്പം എങ്ങനെയാ പറയുന്നത്, ഇപ്പൊ അവർക്ക് കേൾക്കാൻ പറ്റാത്തില്ലെങ്കിൽ അത് ആക്ഷനിലൂടെയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ ഹിയറിംഗ്, ഇപ്പം മറ്റേ ചെവി വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പേര് ആർക്കെങ്കിലും അറിയാമോ? അതിന്റെ പേരറിയില്ല. എന്തായിരുന്നു പേര്? ആർക്കെങ്കിലും അറിയാമോ? കോക്ലിയർ ഇംപ്ലാന്റ്, ഇയർഫോൺ. ഹലോ, എന്താണ് രേവതി? ഹിയറിംഗ് എയ്ഡ് എന്നാണ് മാം. ഹിയറിംഗ് എയ്ഡ്, ഹിയറിംഗ് എയ്ഡ്. കോക്ലിയർ ഇംപ്ലാന്റ് എന്നാണോ? കോക്ലിയ ഇംപ്ലാന്റ്, അതുണ്ട്. അത് ഒരു പദ്ധതിയല്ലേ, അത് ഒരു പ്രോഗ്രാം അല്ലേ അത്? ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഭവമല്ലേ അത്? ആണ്. അതെ അതെ, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക്, കേൾവി വൈകല്യം, അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഓരോ ഇതുണ്ട്, പദ്ധതികളുണ്ട്. അതിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജോഫി കണ്ടിന്യൂ ചെയ്തോളൂ. Communication among them normally takes place in 3 ways: through action, lips, reading, or healthy combo of both of these. സാധാരണ 3 വഴികളിലൂടെയാണ് ഇത് നടക്കുന്നത്. പ്രവർത്തികളുടെയോ ചുണ്ടുകൾ വായിച്ചോ നമ്മുടെ ചുണ്ടനക്കത്തിലൂടെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും ആരോഗ്യപരമായ ഒരു സംയോജനത്തിലൂടെ. ഇപ്പൊ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ടോ, ഏറ്റവും കൂടുതൽ ലിപ്പിന്റെ ഇത് അനുസരിച്ചാണ്. നമ്മുടെ ചുണ്ടനക്കം കേട്ട ചിലർക്ക് അത് മനസ്സിലാവുമല്ലോ. ഇത്രയേ ഉള്ളൂ മാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ പറയാനായിട്ട്? സൊസൈറ്റിയില് കൊടുക്കാനായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ഇത്തരത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്? എന്തൊക്കെയാണ് പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറയാം. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികള് പേരൻസ് ആയാലും നമ്മുടെ ഫാമിലിയിലും നല്ല സപ്പോർട്ട് കൊടുക്കുക. പിന്നെ സ്കൂളില്, സൊസൈറ്റിയില് എല്ലാം നല്ല സപ്പോർട്ട് കൊടുത്താലേ അതുങ്ങൾക്ക് വളരാനും ഓരോന്ന് ചെയ്യാനും ഉള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ.
നന്നായിട്ട് പ്രസന്റ് ചെയ്തല്ലേ ജോഫി? മറ്റുള്ളവര് Thank you, ma'am. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ജോഫിയോട്? ഇല്ല, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ Thank you, ma'am. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ഹെലൻ കെല്ലറിന്റെ അത് അനുസരിച്ച് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറയും ഹെലൻ കെല്ലറിന്റെ ആ സമയത്തൊക്കെ. അങ്ങനെ ദേഷ്യം സ്കൂൾ തോന്നും കുട്ടിയുടെ സമയത്ത്. യെസ്, ഓക്കെ. ഇനി ഈ ടോപ്പിക് ആരെങ്കിലും എടുക്കുന്നുണ്ടോ? ഈ ടോപ്പിക് ആരെങ്കിലും ഈ ടോപ്പിക് ആരൊക്കെയാ എടുക്കുന്നത്? ഇനി ജോഫി പ്രസന്റ് ചെയ്ത ടോപ്പിക് ആരൊക്കെയാ എടുക്കുന്നത്? ഞാൻ ചെയ്യാം. സിജി. സിജി ഉണ്ട്, സംഗീത ഉണ്ട്. ഓക്കെ, ആദ്യം സിജി ചെയ്യൂ, അത് കഴിഞ്ഞ് സംഗീത ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ചയെ കുറിച്ചിട്ടാണ് ഈ വിഷയത്തിൽ പറയുന്നത്. ചിൽഡ്രൻ ആർ എയ്തർ unsighted by birth or become blind because of various reasons. ഹലോ, എന്താണ് സുറുമി? ഹിയറിംഗ് ഇമ്പയർമെന്റ് അല്ലേ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്? എനിക്ക് തോന്നുന്നു സിജി കേട്ടില്ല തോന്നുന്നു. കുഴപ്പമില്ല, വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലേ പ്രിപ്പയർ ചെയ്തത്, പറഞ്ഞോളൂ, പ്രോബ്ലം ഇല്ല കേട്ടോ. ഹിയറിംഗ് ഇമ്പയർമെന്റ് തുടങ്ങിയിട്ടാണ് ഞാൻ നോക്കാൻ പറഞ്ഞത്. ആണോ? ഞാൻ വൈകിയായിരുന്നു ക്ലാസ്സിൽ. കുഴപ്പമില്ല, പ്രസന്റ് ചെയ്തോളൂ, പ്രശ്നമില്ല കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ acquired causes of visual deficiency are disease like smallpox, meningitis, trachoma, scarlet fever, burns or contact with dangerous or poisonous chemicals. The compensatory or special education is required according to the hardness of visual impairment. അതായത് നമ്മള് കുട്ടികളില് കാഴ്ച പല വിധത്തില് നഷ്ടപ്പെടുന്നുണ്ട്. ചിലവരില് ജനനം മുതൽ തന്നെ കാഴ്ച ഇല്ലാതായിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ കാഴ്ചക്ക് അത് ബാധിക്കുന്നുണ്ട്, പല രോഗങ്ങൾ മൂലം. ഇപ്പൊ സ്മോൾ പോക്സ്, അതേപോലെ മെനിഞ്ചൈറ്റിസ്, ട്രാക്കോമ അതുപോലുള്ള രോഗങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പോ അത് സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇതിനെതിരായിട്ട് ഇപ്പൊ കാഴ്ചയുടെ തീവ്രതയെ മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടികളില് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അതായത് ബോധവൽക്കരണ ക്ലാസ്സോ അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ തന്നെ ഉണ്ട് കുറെ കാഴ്ചേനെ നേത്ര പരിശോധന എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കുട്ടികളിലും അതുപോലെ മാതാപിതാക്കളിലും അത് കൂടുതൽ ബോധവൽക്കരണം നടത്താനായിട്ട് കഴിയും. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കരുതരുത്. ചെറിയ ചെറിയ ഓരോ അസുഖങ്ങൾ മൂലവും കാഴ്ചയെ ബാധിക്കാവുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. The parents of these children should be given proper guidance about how to keep their eyes healthy. നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനായിട്ട് കുട്ടികളെയും പാരന്റ്സിനെയും അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അറിയാത്ത കാര്യങ്ങളായാലും അവരെ ബോധവൽക്കരണം ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക. അതേപോലെ ക്യാമ്പുകൾ, നേത്ര പരിശോധനകൾ, അത് കൂടുതലായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായാലും നമ്മുടെ പഞ്ചായത്ത് മേഖലയിലായാലും അത് കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് സാധിക്കും. Children should be trained to keep themselves away from situation bad to the eyes. Periodic checkup or special ophthalmic examinations should be arranged. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുമ്പോഴാണ് ഭാവിയിൽ കാഴ്ചയെ ബാധിക്കുന്ന വിധത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇടയ്ക്കുള്ള ഈ ചെക്കപ്പ് മൂലവും അതുപോലെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇടയ്ക്ക് ഐ ചെക്കപ്പുകൾ നടത്തുക, അതുപോലെ സ്കൂളിലും അത് കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് കൂടുതലായിരിക്കും. കുട്ടികളിൽ ബോധവൽക്കരണം ചെയ്യുന്ന പോലെ തന്നെ മാതാപിതാക്കളിലും നമ്മൾ അത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, then സംഗീത. മാം ഞാൻ പറഞ്ഞോട്ടെ മാം? പറഞ്ഞു.
ടോപ്പിക് ഇത് വായിക്കണോ മാം? PDF വായിക്കണോ മാം? PDF വേണ്ട, വായിക്കണ്ട. നേരത്തെ വായിച്ചതല്ലേ, വായിക്കണ്ട കേട്ടോ. ഇത് ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളെ കുറിച്ചാണ് നമ്മളിവിടെ ഒരു സെമിനാർ നടത്തുന്നത്. ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ പേരുണ്ട്. കുറേ രീതിയിൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുമുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഒരു സപ്പോർട്ടാണ് നമ്മുടെ സമൂഹം കൊടുക്കേണ്ടത്. ആ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ നിന്നും വേണം ആദ്യം അവർക്ക് കിട്ടാൻ. അവരുടെ ആ ഒരു കേൾവി പരിമിതിയെ നമ്മൾ അവർക്ക് അതൊരു കുറവല്ല എന്ന രീതിയിൽ നമ്മൾ പാരന്റ്സും അവരുടെ റിലേറ്റീവ്സും അവരോട് നല്ല രീതിക്ക് പെരുമാറി അവർക്കത് പറഞ്ഞ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനുശേഷം അവർക്ക് നല്ലൊരു ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നല്ലൊരു ടീച്ചേഴ്സിനെ അവരെ ഏൽപ്പിക്കുക. അവർക്ക് നല്ല രീതിക്ക് ആ ഹിയറിംഗ് പ്രോബ്ലം അവർക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കണത് അവർക്കത് മനസ്സിലാക്കാനുള്ള രീതിയിൽ അവരെ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ടീച്ചേഴ്സിനെ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു കേൾവി പരിമിതി അവർക്ക് ഒരു പരിധി വരെ അവർക്ക് അതിൽ നിന്ന് ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ അവർക്ക് പുറത്തു വരാൻ സാധിക്കും. കാര്യം ഈ കേൾവി പരിമിതിയുള്ള മിക്ക ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് കളിയാക്കുന്ന ഒരു പ്രവണതയുണ്ട്. കേൾവി ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവരിങ്ങനെ വാഗൊണ്ട് കൈകൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും കണ്ട് ചിരിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഒരു മെന്റാലിറ്റി തന്നെ ശരിക്കും പറയാൻ നമ്മുടെ സമൂഹത്തിന് അതൊരു ബാഡ് എഫക്റ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ അവർക്ക് വേണ്ട പരിചരണവും അവർക്ക് വേണ്ട ആ ഒരു നമ്മൾ പറയുന്ന എന്താണെന്നുള്ളത് ലിപ്സ് വഴിയും പിന്നെ അവരുടെ ലിപ്സ് വഴി അവർക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കണം. പിന്നെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പല രീതിക്കുള്ള ഇയറിംഗ് എയ്ഡ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ അവരിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. പിന്നെ അവരുടെ നമ്മുടെ ആ ഒരു ഓരോ ലെവലിലും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ആ ഇയറിംഗ് പ്രോബ്ലം മാറ്റിയെടുക്കാനുള്ള ആ ഒരു പ്രവണത നമ്മൾ അവരിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. കാര്യം അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അവരുമായിട്ട് സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമ്മൾ അവരോട് പെരുമാറാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കാതെ നമ്മൾ നോക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. താങ്ക് യു മാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ വെരി ഓക്കെ. ഓക്കെ മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ഈ കാഴ്ചയെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളെ ഫാമിലിയിൽ തന്നെ ഉണ്ടായ സംഭവമാണ്. ചെറിയ കുട്ടി ഏകദേശം 90 ദിവസമൊന്നും ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ കുട്ടിയുടെ പാരന്റ്സിന് മനസ്സിലായി കുട്ടിയുടെ ദൃഷ്ടിയൊന്നും ശരിയല്ല. ദൃഷ്ടി മീൻസ് എല്ലാ കുട്ടികളും നോക്കണ പോലെ അമ്മമാരെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുട്ടിക്കില്ല. കാണുമ്പോൾ ചിരിക്കില്ല. ഇനി നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ലെങ്കിലും കുട്ടികൾ വെറുതെ ചിരിക്കുക, അങ്ങനെ ചിരിക്കില്ല. ആരും മുഖത്ത് നോക്കില്ല, മനസ്സിലാവില്ല. സ്വന്തം ഉമ്മാനൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ അവരത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പം കാഴ്ച ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 2 വയസ്സ് എങ്കിലും മിനിമം ആവണം എന്നാണ് പറഞ്ഞത്. എന്നാലും അവിടുന്ന് എന്തൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തോ ഒരു വെളിച്ചം മാത്രമുള്ള കണ്ണിലേക്ക് കിട്ടുന്നത്. ഫുള്ളായിട്ടുള്ള എല്ലാവരെയും പോലുള്ള കാഴ്ചശക്തി കുട്ടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ നല്ല ലൈറ്റ് ഉള്ള നല്ല കളർഫുൾ ഡോക്ടർ പറഞ്ഞത് എപ്പോഴും കുട്ടിയുടെ അടുത്ത് നിന്ന് എപ്പോഴും സംസാരിക്കാൻ, കുട്ടീനെ ഒറ്റപ്പെടുത്താതെ എപ്പോഴും കുട്ടിയുടെ ചുറ്റും ആളുണ്ടാവണം. അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, എപ്പോഴും സംസാരിക്കണം. അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാന്, അവളോട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കളറിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് തിരിച്ചറിയാൻ പാരന്റ്സിന് ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കണ്ണിന്റെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ടോപ്പിക്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് ഒന്ന് നോക്കാം. ഇപ്പൊ ഇതിൽ പ്രസന്റ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ.
Then next, children with physical disabilities. ഞാൻ പറയാം. വിജി, എന്താണ് ടോപ്പിക്? ഏതാണ്? ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. Children with physical disabilities. There are children with various type of physical handicaps. ശാരീരിക വൈകല്യമുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. Some of physical abnormalities are congenital or the results of fetal disease. ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒരു പക്ഷെ ജന്മന ഉണ്ടാകുന്നതും ഉണ്ട്. These can also occur due to nutritional deficiency or accidents. ഇതിൽ ചിലത് ചിലപ്പോൾ പോഷകക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് മൂലമോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാകാം. These types of disabilities affect different parts of the body. ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിച്ചേക്കാം. സോ ദേ എഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അത് ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളെ ബാധിക്കുകയും അതുമൂലം വ്യക്തികളുടെ ജീവിതത്തെ, ലൈഫിനെ തന്നെ അത് ബാധിച്ചേക്കാം. വാട്ട് ദേ എക്സ്പെക്ട് ഫ്രം ദ സൊസൈറ്റി ഈസ് എ സിമ്പത്തറ്റിക്, ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടിംഗ് റെസ്പോൺസ്. അവര് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകള് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നിട്ട് അവരൊരു ഹെൽപ്ഫുൾ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ആഗ്രഹിക്കുന്നത്. ടീച്ചേഴ്സ് ആൻഡ് whole system of education have to get their mental state and accept essential steps for responding to their needs favorably. സമൂഹത്തിൽ നിന്നായാലും അവർ പ്രതീക്ഷിക്കുന്നത് അതായത് സമൂഹത്തിൽ നിന്നും അവരെ ഹെൽപ്ഫുൾ ആയിട്ട് സഹായിക്കുന്ന, അവർക്ക് എങ്ങനെയെല്ലാം സഹായിക്കാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസത്തെ ആളുകളാണെങ്കിലും കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നൽകി കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്, എന്തെല്ലാം നൽകി കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്തെല്ലാം ചെയ്യാം എന്നതാണ് പറയുന്നത്. All children with physical deformities or handicaps do not require the same type of compensatory treatments. ചില ശരീര വൈകല്യങ്ങൾ ഉള്ള കുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പരിശീലനം ഓരോരുത്തർക്കും ചേഞ്ച് അക്കോർഡിംഗ് ടു ഓരോരുത്തരുടെ ഓരോ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഏത് ഡിസബിലിറ്റി ആണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പരിശീലനമാണ് കൊടുക്കേണ്ടത്. നമുക്ക് എങ്ങനെ, അതായത് ഹൗ ടു ഹെൽപ്പ് ദ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെ സഹായിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് എ സേഫ് ആൻഡ് ആക്സസിബിൾ എൻവയോൺമെന്റ്. അതായത് അവർക്ക് ഒരു സുരക്ഷിതവും ആയിട്ടുള്ള ഒരു പരിസരം നൽകുക. അതായത് ക്ലാസ്സിലെ മേശ, കസേരകൾ അതൊക്കെ അവർക്ക് എളുപ്പത്തിൽ ചലിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചു കൊടുക്കുക. പിന്നെ യൂസ് സപ്പോർട്ടീവ് എക്യുപ്മെന്റ്, അതായത് അവർക്ക് ഇപ്പം ചില ആളുകൾക്ക് വീൽ ചെയർ, വാക്കർ അങ്ങനെയുള്ള ആവശ്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഉപകരണങ്ങൾ നൽകുക. പിന്നെ പ്രത്യേക ഇരിപ്പിടങ്ങള്, സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസ്ക്, അവർക്ക് എഴുതാൻ സഹായിക്കാൻ, അവർക്ക് എന്തൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എഴുതാനുള്ള സാധനങ്ങൾ കൊടുക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ആയിട്ടുള്ള സപ്പോർട്ട്, കുട്ടികൾക്ക് അക്കാദമിക് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഓഫർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകൾ എഴുതുന്നതിന് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുക. പിന്നെ അവർക്ക് എന്താ പറയാ ലളിതവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ നൽകി കൊടുക്കുക. അങ്ങനെ ചെയ്യാം. എൻകറേജ് ഇൻഡിപെൻഡൻസ്, ഒരു കുട്ടിയെ അതായത് അവരുടെ ദിനചര്യ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ കുട്ടിയെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രൊവൈഡ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്, അവർക്ക് ഒരു സാമൂഹികവും മാനസികവുമായ ഒരു സപ്പോർട്ട് കൊടുക്കുക. അതായത് കുട്ടിയോട് ക്ഷമയോട് പെരുമാറുക. പിന്നെ അവരെ കൂടെ പഠിക്കുന്നവരെ സൗഹാർദ്ദത്തോടെ പെരുമാറാൻ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അവരെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകുക. വർക്ക് ക്ലോസ്ലി വിത്ത് പാരന്റ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്, അതായത് മാതാപിതാക്കളുടെയും വിദഗ്ധരുടെയും ആയിട്ട് സഹകരിക്കുക. അതായത് സ്ഥിരമായി അവരുമായി ഒരു ആശയവിനിമയം നടത്തുക. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വ്യക്തിഗതമായ എന്തെങ്കിലും പഠന പദ്ധതികൾ നടക്കുക. പിന്നെ അവർക്കൊരു ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ അങ്ങനെയുള്ള അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആ കുട്ടികളെ വളർത്തിയെടുക്കുക.
ഗീവ് ഫിസിക്കൽ തെറാപ്പി ആൻഡ് ട്രെയിനിങ്. ഫിസിക്കൽ തെറാപ്പിയും പരിശീലനവും നൽകും. അതായത് ചലനക്ഷമത വർദ്ധിപ്പിക്കുന്ന ലളിതമായ വ്യായാമങ്ങള്, പിന്നെ കളിയുടെ രൂപത്തില് ശാരീരികമായ ഉത്തേജനം നൽകുക, അങ്ങനെ മസിലുകളെ ശക്തമാക്കാൻ സ്ഥിരമായ ഫിസിയോതെറാപ്പി എന്നിവ നൽകാൻ പറ്റും. അടുത്തത് അവോയ്ഡ് ഓവർ പ്രൊട്ടക്ഷൻ. കുട്ടിക്ക് സ്വയം അന്വേഷിക്കാനും പഠിക്കാനുമായിട്ട് നമ്മൾ അവസരം നൽകുക. എല്ലാ കാര്യങ്ങളും പകരം ചെയ്യുന്നതിന് പകരം പ്രശ്നം അത് എങ്ങനെ മാറ്റി നമുക്ക് പഠിപ്പിക്കാം. അതായത് അവരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം കണ്ടെത്താം, അങ്ങനെയുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തത് പ്രൊവൈഡ് പോസിറ്റീവ് എൻകറേജ്മെന്റ്. അതായത് കുട്ടിക്ക് എപ്പോഴും ആ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻകറേജ്മെന്റ് കൊടുക്കുക എന്നതൊക്കെയാണ് ഈ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസിൽ പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ടോപ്പിക് ഇനി വേറെ ആരാണ് ചെയ്യുന്നത്? ഹലോ, സുറുമിയാണോ? ഞാനായിരുന്നു. ഓക്കെ, പറയണ്ടേ മിസ്? സ്റ്റാർട്ട് ചെയ്തു. Disabilities. There are children with various types of physical handicaps. ചുറ്റും നമുക്ക് ധാരാളം ഹാൻഡിക്യാപ്സ് ആയിട്ടുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ കാണാൻ സാധിക്കും. Some of the physical abnormalities are congenital, അതായത് ജന്മനാ തന്നെ ഫിസിക്കലി അനേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് ഫീറ്റൽ ഡിസീസസ്, ഭ്രൂണപരമായിട്ട് എന്തെങ്കിലും ഭ്രൂണാവസ്ഥ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കാലിനും കണ്ണിനൊക്കെ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ഡിസീസൊക്കെ ഉണ്ടാവും. പനി, ബോക്സ് ഒക്കെ വരുമ്പോൾ, ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഹാൻഡിക്യാപ്സ് ഒക്കെ സംഭവിക്കാം. അത് പലതും നമുക്ക് സ്കാൻ അവസ്ഥ തന്നെ അറിയാൻ പറ്റും. അതിന് 5 മാസത്തിലൊക്കെ സ്പെഷ്യൽ. വോയിസ് ക്ലിയർ അല്ല. ക്ലിയർ അല്ല. സുറുമി ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യോ? ഓക്കെ. വോയിസ് ക്ലിയർ അല്ല. ഓക്കെ, നമുക്ക് സുറുമി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സുറുമി യെസ് മിസ്, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമല്ലോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? കേൾക്കാം. കുട്ടികളുടെ റേഞ്ച് ഉള്ള ഭാഗത്ത് ഒന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. റേഞ്ച് ഉള്ള ഭാഗത്ത് റേഞ്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി. ഓക്കെ, പറഞ്ഞോളൂ സുറുമി, പറഞ്ഞോളൂ. പല കുട്ടികൾക്കും ജന്മാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പല ഡിസബിലിറ്റീസ് പ്ലേസിൽ ചേഞ്ച് ചെയ്തായിരുന്നു. പല കുട്ടികൾക്കും ജന്മാവസ്ഥയിൽ തന്നെ പല ഡിസബിലിറ്റീസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭ്രൂണാവസ്ഥയിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് ചിക്കൻ ബോക്സ്, പനി ഒക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അവർക്ക് അത് വഴി വരും, എന്തെങ്കിലും ഡിസീസ് വരാറുണ്ട്. പിന്നെ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 5-ാം മാസത്തിലൊരു സ്കാൻ ഉണ്ട്, സ്പെഷ്യൽ സ്കാൻ ചെയ്യും, അറിയാൻ പറ്റും എന്തെങ്കിലും ഡിസബിലിറ്റീസും ഹാൻഡിക്യാപ്റ്റഡ് ആണോ കുട്ടിയെന്ന് അറിയാനായിട്ട് 5 മന്ത്സിലാണ് ആ സ്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ these can also occur due to nutrition or accidents. കേൾക്കാൻ പറ്റുന്നില്ല മിസ്? പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ.
ന്യൂട്രീഷന്റെ ഓക്കെ ന്യൂട്രീഷന്റെ അപര്യാപ്തതയോ അതല്ലെങ്കിൽ അപകടങ്ങൾ വഴി കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വൈറ്റമിന്റെ കുറവ് കൊണ്ട് കാഴ്ചശക്തിക്ക് ഡിസേബിൾ ആവാറുണ്ട്. അതുപോലെ തന്നെ മസിലിന്റെ വളർച്ചയിൽ കുറവ് വരാറുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് തലയ്ക്ക് വലിപ്പം വയ്ക്കും, പിന്നെ വയറ് വീർക്കുക, അതൊക്കെ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. These type of disabilities affect different parts of the body. ഈ ഡെഫിഷ്യൻസികളെല്ലാം, ഈ അപര്യാപ്തതകളെല്ലാം ഒരു ബോഡിയുടെ പല പാർട്ടുകളായിരിക്കും അഫക്ട് ചെയ്യുന്നത്. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ നോർമൽ ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും. മറ്റുള്ളവരെ പോലെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. What they expect from society is a sympathetic, helpful and supporting response. അവർ എന്താണ് സൊസൈറ്റിയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവരെ പരിഗണിക്കുക, ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അവരെ പരിഗണിക്കുക, അവരെ നമ്മൾ സഹായിക്കുക, കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. Teachers and the whole system of education have to get their mental state and accept essential steps for responding to their needs favorably. അതൊരു ടീച്ചർക്ക് പ്രത്യേകം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അവർക്ക് മെന്റലിയും എങ്ങനെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കാനും നമുക്ക് ടീച്ചറിന് സാധിക്കും. ഇത് കുട്ടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പല പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും. നടക്കാൻ കഴിയാത്ത കുട്ടിയാണെങ്കിലും അവർക്ക് പലതര എന്തെങ്കിലും മേക്കിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ ഒരു ടീച്ചർ പ്രത്യേകം സപ്പോർട്ട് ചെയ്ത് മുൻനിരയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അവര് വ്യത്യസ്ത കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ടീച്ചറിന് സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ കുട്ടികളെ തള്ളിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സാധാരണ കുട്ടികളെ പോലെ വളർന്നു വരാൻ സാധിക്കില്ല. ചെറിയ ചെറിയ ഡിസബിലിറ്റീസ് ആണ് ഉള്ളതെങ്കിലും നോർമൽ സ്കൂളിൽ വിടുകയാണെങ്കിൽ ആ നോർമലി ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളും ഈ കുട്ടീനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ ചെറിയ നടക്കാനൊരു ഡിസബിലിറ്റി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ ചെറിയൊരു, എനിക്ക് പണ്ട് ഒരു അനുഭവം ഉണ്ട്. ഞാൻ പണ്ട് പഠിപ്പിക്കുന്നുണ്ടാവും ചെറിയ സ്കൂളിൽ കുറച്ചു നാൾ പഠിപ്പിച്ചു. അപ്പൊ അവിടെ കുട്ടീനെ കൂടെ ചേർത്തു. ആ കുട്ടിക്ക് ഓട്ടിസത്തിന്റെ ചെറിയ ഒരു പെർസെന്റേജ് പറഞ്ഞു. ആ ഒരു പെർസെന്റേജ് ആ കുട്ടീനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടിസത്തിന് ചെറിയൊരു ഇത് ആ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ ഉമ്മ ആ കൊച്ചിനെ സ്പെഷ്യൽ സ്കൂളിൽ വിടാതെ നോർമൽ സ്കൂളിൽ തന്നെ വിട്ടു. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആദ്യത്തിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടായിരുന്നപ്പോ മറ്റു കുട്ടികളെ കണ്ട് ഈ കുട്ടി നോർമലായി. അപ്പൊ സ്പെഷ്യൽ സ്കൂളിലാണ് ആ കുട്ടീനെ വിട്ടിരുന്നെങ്കിൽ ആ കുട്ടി അത് അങ്ങനെ പോയേനെ. പക്ഷെ ഇങ്ങനെ നോർമൽ സ്കൂളിൽ വിട്ടും പിന്നെ ആവശ്യത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തു, ഫിസിയോതെറാപ്പിയും മറ്റു പല ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ഇപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ആ കുട്ടി സാധാരണ കുട്ടികളെ പോലെ തന്നെ പഠിക്കാനും എഴുതാനും ഓടി നടക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാവും, വെറുതെ ഇങ്ങനെ കൂവൊക്കെ ചെയ്യുന്നു. ആ ഒരു ഇതൊക്കെ മാറി, രീതിയൊക്കെ മാറി സാധാ നോർമലായി. അപ്പൊ അങ്ങനെ അത് പേരൻസും കൂടി പിന്നെ ശ്രദ്ധിച്ച് ടീച്ചറിനെ കൂടി സപ്പോർട്ട് വേണം. ഒരിക്കലും ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ട് ഒരിക്കലും ആ കുട്ടീനെ ആ ക്ലാസ്സിൽ ഇരുത്താനോ മറ്റുള്ള കുട്ടികളെ പോലെ ആകാനോ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ടീച്ചറിന് നല്ലൊരു റോൾ ഉണ്ട് അതിന്, പ്രത്യേകം അത് ശ്രദ്ധിക്കാം. പിന്നെ all children with physical deformities or handicaps do not require the same type of compensatory treatment. എല്ലാ കുട്ടികൾക്കും, പല ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾക്കും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ആവശ്യമാവുക. അത് അവരുടെ ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. അത് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ കൈക്ക് സുഖമില്ലാത്ത കുട്ടിയാണെങ്കിലും കാലിന് സുഖമില്ലാത്ത കുട്ടിയാണെങ്കിലും ഇപ്പൊ ചെറിയ രീതിയിൽ കാഴ്ചക്കുറവുള്ളതാണെങ്കിലും അപ്പൊ പലവർക്കും പല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും സപ്പോർട്ടായിരിക്കും വേണ്ടത്. അതനുസരിച്ച് സപ്പോർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്കൂളിലെ എൻവയോൺമെന്റ് സപ്പോർട്ടീവ് ആയിരിക്കണം. പിന്നെ ഒന്നിൽ നിന്നും കുട്ടികളെ നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല. ഇനി എനിക്ക് അതിനുള്ള കഴിയില്ല, അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ അകറ്റി നിർത്തുന്നത് മെന്റലി അവർ ഒരുപാട് അഫക്ട് ചെയ്യും. പിന്നെ മറ്റുള്ള കുട്ടികളെ കളിയാക്കാതെയും പിന്നെ ഓവർ സിമ്പതി ഒരിക്കലും ആ കുട്ടിയെ അത് നടക്കാൻ കഴിയില്ല കേട്ടോ പാവം എന്ന് അവർ കേൾക്കെ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കും. ഒരിക്കലും കളിയാക്കാനോ ഓവർ സിമ്പതി കാണിക്കുക. ചിലർക്ക് ഓവർ സിമ്പതി ഒട്ടും ഇഷ്ടമല്ല. ചില കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു ഡിസേബിൾഡ് കുട്ടികൾ ചിലപ്പോൾ ഓവർ സിമ്പതി ദേഷ്യപ്പെടും. ഒരിക്കലും ഓവർ സിമ്പതി കാണിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ടീച്ചറും മറ്റു കുട്ടികളെ അവരത് പഠിപ്പിച്ചും കൊടുക്കണം. ഓക്കെ മിസ്, താങ്ക് യു. സെമിനാർ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ടോപ്പിക് വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? മാം ഞാൻ പറയട്ടെ. ആര്യവീനും പറഞ്ഞു. മാം, ഈ ടോപ്പിക് കൊണ്ട് നമ്മൾ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഇതിനെ അർത്ഥമാക്കുന്നത് ഇപ്പൊ ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ എന്നാണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇപ്പൊ നമ്മള് വിവിധ തരത്തിലുള്ള ശരീരഘടനകളുള്ള കുട്ടികളുണ്ട്. ചിലപ്പം രോഗങ്ങൾ മൂലം, ചിലപ്പം ഈ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം, ചിലപ്പം എന്തുവാ ഈ ജനറ്റിക് ആയിട്ട് കിട്ടുന്ന അസുഖങ്ങൾ മൂലമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അവരെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൂടെ നിർത്തുകയാണ് വേണ്ടത്, അതിൽ ഒറ്റപ്പെടുത്തുകയൊന്നും പാടില്ല. പിന്നെ ഈ ഡിസബിലിറ്റി എന്നുകൊണ്ട് വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് ഇത് ശാരീരികമായിട്ടോ അല്ലെ മാനസികമായിട്ടോ ബുദ്ധിപരമായിട്ട് അല്ലെ ഇന്ദ്രിയപരമായിട്ട് പിന്നെ വൈകാരികമായിട്ടുള്ള പരിമിതികളെ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് ഭിന്നശേഷിക്കാർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ആ കഴിവുകളെ അവർക്ക് ഓരോരുത്തർക്ക് ചില ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുട്ടികൾ കാണും. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മളെ കൂടെ നിർത്തി അവരുടെ കഴിവുകൾ എന്താണോ അത് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ എന്താ ഉദ്ദേശം തന്നെ പറയുന്നത് അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികളെ അവരെ പോസിറ്റീവ് ആയിട്ടുള്ള വീക്ഷണം നൽകി നമ്മുടെ കൂടെ നിർത്തണമെന്നാണ് ഡിസബിലിറ്റീസ് കൊണ്ട് തന്നെ ഒരു ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇതിന് കാരണമാകുന്നത് ചിലപ്പം ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് കാരണമാകുന്നത് ഒരു വ്യക്തിയുടെ ശാരീരിക ശേഷി അല്ലെങ്കിൽ ഇതിന് ചലനശേഷിയും താൽക്കാലമായി ചിലപ്പം ബാധിച്ചേക്കുമായിരിക്കും. ചിലപ്പം സ്ഥിരമായിട്ടായിരിക്കും അത് നമ്മുടെ ആ ഡിസബിലിറ്റീസ് ബാധിച്ചേക്കുന്നത്. ചിലപ്പം അത് പാരമ്പര്യമാവും, ജനതികമായിട്ടുള്ള വൈകല്യങ്ങളായിരിക്കും, ചിലപ്പം എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ കേട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ ചിലർ ഈ തലയൊക്കെ വീണ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ട്രെയിനിങ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഈ ടോപ്പിക് ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയട്ടെ. ഓക്കെ, ബിനീഷ പറഞ്ഞു. വായിക്കണോ മിസ്സേ? വേണ്ട, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. പല കുട്ടികൾക്കും പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. പല ഫിസിക്കൽ അബ്നോർമാലിറ്റീസും ജന്മനായുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലുള്ള വൈകല്യങ്ങളോ ഫീറ്റൽ ഡിസീസോ ഒക്കെയാണ്. ഇതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആണെന്നില്ല. പിന്നെ ചിലപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പോഷകക്കുറവ് മൂലമോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലമോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ വൈകല്യങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളെ ബാധിക്കുകയും അവരുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നോർമൽ ലൈഫായിരിക്കില്ല അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ അങ്ങനെ അവർ സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള ഇതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെൽപ്പും സപ്പോർട്ടും അങ്ങനെയൊക്കെ പലതും അവര് പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ അവർക്ക് ആവശ്യമുള്ള മെന്റൽ സ്ട്രെങ്ത്തും അവരുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. പകരം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണെന്ന് വേണ്ടത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. കാരണം അവരുടെ ആവശ്യങ്ങളും ഓരോ ഡിസീസിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതില് നമുക്ക് അവരോട് കൂടുതൽ സിമ്പതി അല്ല വേണ്ടത്. പ്രത്യേകിച്ച് അവരോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പിന്നെ അവരെ കെയർ ചെയ്യുക, പിന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൊവൈഡ് ബേസിക് നീഡ്, അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് കൊടുക്കുക. പിന്നെ അവരെ കംഫർട്ട് ആക്കുക, കംഫർട്ട് ദം ആൻഡ് മേക്ക് ദം കാം, അവരെ കാം ആക്കാനും ശ്രമിക്കുക. അവർക്ക് വേണ്ട സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുക. പകുതിക്ക് വെച്ചിട്ട് നമ്മൾ അവരെ ഇതാക്കാതെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ അവരെ നമ്മൾ കേൾക്കുക. അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ പ്രശ്നം എന്താണോ, അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ കേൾക്കുക. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ, ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ? നെക്സ്റ്റ് ടോപ്പിക് എടുക്കാൻ ഞാൻ റെഡിയാണ് മാം. നെക്സ്റ്റ് ടോപ്പിക് അല്ലേ? നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക് ചെയ്താലോ? 4ാമത്തെ ടോപ്പിക് ഓക്കെ അല്ലേ? ചെയ്തോളൂ കേട്ടോ രേവതി. Good afternoon, ma'am. Respected ma'am and dear friends.
ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് സെമിനാർ ഓൺ ദ ബേസിസ് ഓഫ് മെന്റൽ റിഗാർഡഡ് ചിൽഡ്രൻ. ഫസ്റ്റ്ലി നമുക്ക് അതൊന്ന് റീഡ് ചെയ്ത് പോവാം. ദ എഡ്യൂക്കേഷൻ ഓഫ് മെന്റലി റിഗാർഡഡ് ചിൽഡ്രൻ ഈസ് എ സ്പെഷ്യൽ. മാം ക്ലിയർ ആവുന്നുണ്ടോ മാം? എന്റെ വോയിസ് ക്ലിയർ ആണോ മാം? ക്ലിയർ ആവുന്നുണ്ട്. Clear ആവുന്നുണ്ടല്ലോ. The education of mentally retarded children is a special problem whose solution needs to be certain amount of knowledge. അതായത് സ്പെഷ്യലി റിഗാർഡഡ് മെന്റലി റിഗാർഡഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. അത് നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ നീഡ് സർട്ടൺ എമൗണ്ട് വരെ നമ്മുടെ നോളജ് കൊണ്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ദ ടേം മെന്റലി റിഗാർഡഡ് ഈസ് ഔട്ട്ഡേറ്റഡ് ആൻഡ് കൺസിഡേർഡ് ഒഫൻസീവ്. ഈ ഒരു ഇപ്പൊ ഉള്ള നമ്മുടെ സിനാരിയോയില് മെന്റലി റിഗാർഡഡ് സ്റ്റുഡൻസ് നമ്മൾ ഒരിക്കലും പറഞ്ഞുകൂടാ. അതൊരു ഒഫൻസീവ് വേർഡ് ആണ്. ഇപ്പൊ നമ്മൾ അവരെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ദിസ് കണ്ടീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബിലോ ആവറേജ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് ആൻഡ് ലിമിറ്റ്സ് ഇൻ ഡെയിലി ലിവിംഗ് സ്കിൽസ്. നമ്മൾ ഈ ഒരു സർട്ടൻ പ്രോബ്ലം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു IQ ലെവൽ സാധാരണ നമ്മളുടെ പേഴ്സണേയും കാട്ടിയും കുറച്ച് ബിലോ ആയിട്ടാണ് വരുന്നത്. ഫംഗ്ഷനിങ് അവർക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. നോർമൽ ഒരാൾ പെർഫോം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അത് പെർഫോം ചെയ്യാനോ പറ്റാറില്ല. അതിന്റെ കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ സ്കിൽസും വേറൊരു രീതി തന്നെ ആയിരിക്കും. ഇത് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ മെന്റലി റിഗാർഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു പേഴ്സണ് സ്റ്റാർട്ടിങ് തൊട്ടേ അവർ ചൈൽഡ്ഹുഡ് തൊട്ടേ അവർക്ക് ഈ ഒരു പ്രോബ്ലം അവർ കാണിച്ചു തുടങ്ങുന്നതാണ്. കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. Children with intellectual disability learn and develop at a slower pace. അവരെന്ത് കാര്യം സ്റ്റഡി ചെയ്യുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി അവരെന്ത് കാര്യം വളരെ സ്ലോവർ പേസിലാണ് അവർ പോകുന്നത്. അതായത് നമ്മളെ പോലെ ഒരു നോർമൽ ഒരു പേഴ്സണെ പോലെ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. അങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് പലയിടത്തും കമ്മ്യൂണിക്കേഷന് ഡിഫിക്കൽറ്റി വരും. അവർ സംസാരിക്കുമ്പോൾ അവർക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ അവര് നോക്കുന്നത് അല്ലെങ്കിൽ അവര് സംസാരിക്കുമ്പോൾ പിന്നെ ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ അതൊക്കെ അവരുടെ ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടാക്കും. പല കാര്യത്തിലും അവർക്ക് ലാഗ് വരും ലൈഫ് ലോങ് ആയിട്ട്. അതൊക്കെ കുറെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ടീച്ചേഴ്സിന് മാറ്റാൻ പറ്റും കുറെയൊക്കെ. കാരണം ഏകദേശം 5 to 6 hours സ്കൂളിലാണ് ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആയിരുന്നാലും ഇങ്ങനത്തുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അപ്പൊ നമ്മളൊരു ടീച്ചറായിട്ട് നോർമൽ സ്റ്റുഡൻസിന്റെ കൂടെ നമുക്ക് അല്ലാതെ ആയിരുന്നാലും ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ പേഷ്യൻസ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക. ആസ് എ ടീച്ചർ പേഷ്യൻസ് കീപ്പപ്പ് ചെയ്ത് ഇവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുവരുന്നത് സ്ലോവർ ഡെവലപ്മെന്റ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്, പിന്നെ അഡാപ്റ്റീവ് സ്കിൽ ഡെഫിഷ്യൻസി. ഇവർക്ക് എന്തെങ്കിലും ഒരു ഇനി ഇതിന്റെ കുഞ്ഞായിട്ട് ഞാൻ ഈ 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. സ്ലോവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവര് അറ്റൈൻ ചെയ്യുന്ന മൈൽ സ്റ്റോൺസ് ഇവർക്ക് വളരെ സ്ലോവർ ആയിരിക്കും. ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, സ്കൂളിൽ പോവാൻ വേണ്ടി, അതിന്റെ സ്കൂൾ വർക്കിംഗ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ്, ദേ മേ ബി ഹാവിങ് എ ഡിഫിക്കൽട്ടി എക്സ്പ്രസിങ് ദംസെൽസ്. അവർക്ക് അവരുടെ കാര്യം തന്നെ വേറൊരാളുടെ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതായത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയണ്ട ജെസ്റ്റർ വെച്ചിട്ടോ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ അവർ ഫേസ് കൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റലക്ച്വലി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പ്രസിങ് ഡിഫിക്കൽട്ടി കാരണം നമുക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാറില്ല. കൂടുതലും ടൈംസ് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് സ്കിൽ ഡെഫിഷ്യൻസി, ഇവർക്ക് ഒരു സ്ഥലം, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് ഒരു പേഴ്സൺ ആയിരിക്കും ഇവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡന്റിനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 1 week എടുക്കും മാക്സിമം പോയാൽ, അല്ലെങ്കിൽ ഒരു 2 week മാക്സിമം ഒരു 1 monthനകത്ത് ഒരു സ്റ്റുഡന്റ് പെട്ടെന്ന് ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിനെ അഡാപ്റ്റ് ചെയ്യുന്ന പോലെ ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് സ്ലോവർ പേസിലേ ഇവർ അഡാപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഫസ്റ്റ്ലി ഏത് സ്കൂളിൽ ഏതൊരു ഇതിലാണോ അറ്റ്മോസ്ഫിയറിലാണോ അതിലവര് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന കുറച്ച് പേര് അഡാപ്റ്റഡ് ആണ്. അവര് ദേ മേ സ്ട്രഗിൾ വിത്ത് സ്കിൽസ് നീഡഡ് ഫോർ ഡെയിലി ലിവിങ്. അവർ ഡെയിലി ലീവ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. സച്ച് എസ് ഡ്രസ്സിങ്, ബാത്തിങ്, ഈറ്റിംഗ്, ഇതിനെല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടി ഉള്ളവരായിരിക്കും. അപ്പൊ ഓൾറെഡി അവരുടെ കൂടെ ആരാണോ ഉള്ളത് അവരുടെ കൂടെ അവർ ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിട്ട് വരും.
അപ്പൊ ഞാൻ ഇതിന്റെ മെയിൻലി കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലി റിക്കാർഡഡ് സ്റ്റുഡൻസ് ഒരിക്കലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നവരല്ല. അവർ നമ്മുടെ IQ ലെവലിനെക്കാട്ടിയും കുറച്ച് ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസിനെയും കാട്ടിയും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവരെ ഡീൽ ചെയ്യേണ്ട രീതി കുറച്ച് വ്യത്യാസമായിരിക്കും. പക്ഷെ അവർക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അവരുടെ കൂടെ നമ്മൾ ടീച്ചേഴ്സ് സ്ട്രെങ്ത്ഫുൾ ആയിട്ട് നിന്ന സൊസൈറ്റി, അവരുടെ കൂടെ നിൽക്കുന്ന ഫാമിലി, ഇവരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു സ്ട്രെങ്ത്ഫുൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഉള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോബ്ലം അവർക്ക് കം ഓവർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയില്ലെങ്കിലും ഏകദേശം ഒരു 60 to 70% അവർക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു അല്ലെ കേൾക്കാനായിട്ട്. ഓക്കെ, വീഡിയോ ആയപ്പോൾ അതായത് ആളുടെ മുഖം കണ്ട് നമ്മൾ ഒരു സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഓക്കെ, അപ്പോ ഇനി നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ, അതായത് ഇന്ന് ചെയ്യാത്ത ആളുകള് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ടോപ്പിക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കുറച്ച് ടോപ്പിക് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിന് ഏത് ടോപ്പിക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ന് വനജയ്ക്കൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ വനജ? അതെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം മിസ്. അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതിയൊക്കെ കൊണ്ടുവരിക. അപ്പൊ കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് വരിക. 4 or 5 ആളുകൾ മാത്രമല്ല ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സെമിനാർ? ഓക്കെ അല്ലേ? സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ കേട്ടിരിക്കാനായിട്ട്? അതായത് ഒരാളുടെ മാത്രം കാഴ്ചപ്പാടുകൾ, അവരുടെ കണ്ടന്റുകളല്ല പറയുന്നത്, മറിച്ച് എല്ലാവരുടെയും കൂടി, അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങള്, അവർക്കുള്ള ആശയങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? ഓക്കെ. ഒരു താരാജാലകത്തിൽ ഏതോ കാർത്തിക നാളിൽ മലർപ്പൂക്കും പൗർണമിവാവിൽ മഴവില്ലിൻ പോലെ ഒരു തൂവൽ പൈങ്കിളി ചേക്കേറി രാഗസുമംഗലിയാ ദേവമനോഹര ദൂരെ മാമല ഒരു താരാജാലകത്തിൽ ഏതോ കാർത്തിക നാളിൽ മലർപ്പൂക്കും പൗർണമിവാവിൽ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സുറുമി, ഇനിയും ഇതുപോലുള്ള പാട്ടുകൾ പാടുക. ഓക്കെ മാം, അതെ 5th റെക്കോർഡില്ലേ നമ്മള് മറ്റേ അപ്പാരറ്റസിന്റെ ഒക്കെ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ അതിന് നമ്മള് പിക്ചർ ഒട്ടിച്ചാൽ കുഴപ്പമുണ്ടോ? പിക്ചർ ഒട്ടിക്കാലോ. നിങ്ങള് റെക്കോർഡ് നിങ്ങൾക്ക് തരുന്നത് ജിഷ മിസ് അല്ലേ? ജിഷ മിസ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ, എങ്ങനെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.